ഈ ആലഞ്ചേരി പിതാവിന്റെയും പാമ്പളാനി പിതാവിന്റെയും ഒക്കെ ഒരു പരാമർശം വന്നതിന് ശേഷം ഈ സഖാക്കളും കോൺഗ്രസ്സുകാരും മാത്രമല്ല, ഈ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള പലരും ഈ സഭാ നേതൃത്വത്തെ കളിയാക്കിക്കൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് സഭാ നേതൃത്വത്തിന്റെ ചില ക്രമക്കേടുകൾ പിടിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി മോദിക്ക് സ്തുതി പാടുന്നതാണ്, അല്ലെങ്കിൽ ഇഡിയെ പേടിച്ച് BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നതാണ്, ഇൻകം ടാക്സ് റെയ്ഡിനെ പേടിച്ച് ഇത്തരത്തിലുള്ള ഒരു നിലപാടുകളുടെ ഒരു പൊള്ളത്തരം അങ്ങ് ഒന്ന് തുറന്ന് കാണിക്കാമോ? ഇഡിയെ പേടിച്ചിട്ടാണോ, ഇൻകം ടാക്സ് റെയ്ഡിനെ പേടിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അതോ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു നിലനിൽപ്പ് അപകടത്തിലാകും എന്ന ഉള്ള ഒരു പേടി കൊണ്ടാണോ നിലപാട് സ്വീകരിക്കുവാൻ നിർബന്ധിതരാകുന്നത്? ഫാദർ ജോൺസൺ, നമ്മളൊക്കെ ഏറെ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് അല്പം വ്യത്യാസപ്പെടുത്തി ഞാനിപ്പം പറയാൻ ആഗ്രഹിക്കുകയാണ്. മടിയിൽ കനമുള്ളവന് ഇഡിയെ പേടിച്ചാൽ മതി. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയിട്ടില്ല. ബൈബിൾ മറയാക്കി ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കടത്ത് നടത്തിയിട്ടില്ല. സ്വർണത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ ബിസിനസ് പാകിസ്ഥാനിൽ നിന്ന് കണ്ടെയ്നറിൽ കള്ളനോട്ടുകൾ കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ രാജ്യത്തുള്ള, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പല അഴിമതികളിലെയും പങ്ക് ഇവിടുത്തെ ഒരു ക്രൈസ്തവ സമൂഹവും പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാ ഇഡിയെ പേടിക്കണം? ഇഡിയോട് കടന്നു വരാൻ പറയൂ, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ ഇവർക്കെല്ലാവർക്കും ഇപ്പം ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ ഇഡിയെ പേടിച്ചിട്ടാണ് മോദിയുടെ തോളിൽ കൈയിടുന്നത് എന്ന് അവർ പറയുന്നുണ്ട് എങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ പേടി ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് പറയും. അതുകൊണ്ട് ഇഡിയെ പേടിച്ചിട്ടല്ല എന്ന് ബോധമുള്ളവർ മനസ്സിലാക്കും. അതിനെ മറ്റു കാര്യത്തിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു കണക്കുകൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നമ്മുടെ BJP അല്ലെങ്കിൽ RSS ക്രൈസ്തവ സമൂഹത്തിന് വലിയ ഒരു ഭീഷണി ഉയർത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു വലിയൊരു വാദം. 2014 ഇന്ത്യയില് 127 ക്രൈസ്തവ പീഡനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. 2015 142, 2016 226, 2017 248, 2018 292, 2019 328, 2020 279, 2021 486, 2022 511. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ക്രൈസ്തവ പീഡനങ്ങളുടെ കണക്കാണിത്. 2014 127 ആണ് എങ്കിൽ അത് 2022 ആയപ്പോഴേക്കും 511 വർദ്ധിച്ചു. ഇനി ഏറ്റവും കൗതുകരമായ കാര്യം, 2023 ആകുമ്പോഴേക്കും ഈ 511 എന്ന ആ ക്രൈസ്തവ പീഡന കണക്ക് എത്രമാത്രം വർദ്ധിക്കും എന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അത് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതായത് ക്രൈസ്തവ പീഡനത്തിന്റെ കണക്ക് 511 കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരുടെ മുഖം മ്ലാനമാകും. അത് കൂടാനായിട്ട് കാത്തിരിക്കുന്നവരാണ് നമ്മുടെ കേരള സമൂഹത്തിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ക്രൈസ്തവ സമൂഹം BJPയുമായിട്ട് അല്ലെങ്കിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ കാവിക്കൂട്ടിലേക്ക് നയിക്കുകയാണ് എന്ന് പറയുന്നവർ ആകുലപ്പെടുന്നുണ്ട്. കാരണം ഈ നമ്മുടെ സന്ദീപ്ജി പറഞ്ഞതുപോലെ തന്നെ രണ്ട് അയൽക്കാർ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ അവർ രമ്യതയിൽ വരുന്നത് കാണുമ്പോൾ ചിലർക്ക് വിഷമം ഉണ്ടാകും. ഇപ്പോൾ ഈ 2022 511 എന്ന് പറയുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ കണക്ക് അവിടെ അവസാനിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു സാമൂഹിക അന്തരീക്ഷം അങ്ങോട്ട് മാറുകയാണ്. രാജ്യത്തലവൻ ക്രൈസ്തവരുടെ, കത്തോലിക്കരുടെ തലവനെ രാജ്യം സന്ദർശിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഒരു ഈസ്റ്റർ ദിനത്തില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പള്ളിയില് ഈസ്റ്റർ ദിന ചടങ്ങുകളിലേക്ക് പങ്കെടുക്കാനായിട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കന്മാര് അരമനകൾ തോറും നടക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു പുണ്യസ്ഥലമായ മലയാറ്റൂർ മലയിലേക്ക് സംസ്ഥാന നേതാക്കൾ മല കയറുന്നു. അങ്ങനെ കളമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തീർച്ചയായിട്ടും അന്നേരം വിളർ പിടിക്കാനായിട്ടുള്ള സാധ്യത ഏറെയാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 2014 തൊട്ട് 2022 വരെ നടന്നിട്ടുള്ള ഈ പീഡനങ്ങളുടെ കണക്കുകൾ കണ്ടിട്ട് ഗ്യാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരെ അല്ലെങ്കിൽ ഭാരതത്തിലെ ക്രൈസ്തവർക്ക് ആരാണോ ഭീഷണിയായിട്ട് പറയപ്പെടുന്നത്, അവർ ഒരു സമമായ സന്ദേശവുമായിട്ട് വരുമ്പോൾ ചിലർക്ക് സങ്കടമുണ്ടാകും. അത് വളരെ സ്വാഭാവികം. അതുകൊണ്ട് അത് മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ വിഭിന്നമാണ്. ഇന്ത്യയില് ഒന്നെങ്കിൽ കോൺഗ്രസ് അല്ല എങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി രാജ്യം ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുള്ളവരാണ് കേരളത്തിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം പേരും.
അപ്പൊ അതില് ഒരു മൂന്നാമതൊരു പാർട്ടിയിലേക്ക് ഫിക്സഡ് വോട്ട് ബാങ്ക് ആയ ക്രൈസ്തവരുടെ വോട്ട് ബാങ്ക് ചോരുന്നത് അത് ഒരു കാരണവശാലും അവർക്കത് സഹിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് അവർ പലപ്പോഴും ഭീഷണിയുടെ സ്വരം ഉയർത്തും. നമുക്ക് പലപ്പോഴും ഇപ്പം കേട്ടിരിക്കുന്നത് പോലെ സ്റ്റാൻ സ്വാമിയുടെ കഥയാണെങ്കിലും ഗ്രീൻ സ്റ്റേറ്റ് കഥയാണെങ്കിലും മദർ തെരേസയെ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാനുള്ള സംഭവങ്ങളൊക്കെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഈ കെണിയിൽ വീഴരുത് എന്ന് വളരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ക്രൈസ്തവ പ്രേമം ഇപ്പോൾ ഇടത് വലത് കോട്ടകളിൽ നിന്ന് ക്രൈസ്തവർക്ക് നേരെ ഒരു സ്നേഹത്തിന്റെ വാക്കുകളുമായിട്ട് ക്രൈസ്തവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ 2014 തൊട്ട് 2022 വരെ നൂറുകണക്കിന് ക്രൈസ്തവ പീഡനങ്ങൾ ഈ രാജ്യത്ത് അരങ്ങേറിയപ്പോൾ ഇവരുടെയൊക്കെ ഈ ക്രൈസ്തവ പ്രേമം എവിടെയായിരുന്നു? തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവ് പ്രസ്താവനകൾ നടത്തിയപ്പോഴേക്കും അതിനെതിരെ ഇവിടെ ചില സമൂഹങ്ങൾ ഉറഞ്ഞുതുള്ളിപ്പോഴും ഒക്കെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ കക്കോളി നാടക വിവാദം ഇതൊക്കെ ഉണ്ടായപ്പോഴേക്കും ഇവരുടെ ഈ ക്രൈസ്തവ പ്രേമം എവിടെയായിരുന്നു? പെട്ടെന്ന് ഒരു BJPയും ക്രൈസ്തവ സമൂഹവും തമ്മിൽ ഒരു അന്യത്തിന്റെ സാധ്യത കണ്ടപ്പോഴേക്കും പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് ഈ ക്രൈസ്തവ പ്രേമം മുളയെടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ചില നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു പ്രശ്നം നമ്മുടെ കഴിഞ്ഞ 9-ാം തീയതി ഈസ്റ്റർ ദിനത്തില് ഇന്ത്യൻ എക്സ്പ്രസിന് അഭിവന്ധ്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് കൊടുത്ത ഒരു അഭിമുഖമാണ്. ആ അഭിമുഖത്തിലെ മൊത്തം 43 ചോദ്യങ്ങളാണ് അതിന്റെ അകത്തുണ്ടായിരുന്നത്. അതിലെ 6 ചോദ്യങ്ങൾ ലിറ്ററേച്ചറെ സംബന്ധിച്ചും 6 ചോദ്യങ്ങൾ കൃഷിയെ സംബന്ധിച്ചും രാഷ്ട്രീയത്തെ സംബന്ധിച്ച് 12 ചോദ്യങ്ങളും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു 7 ചോദ്യങ്ങളുമാണുള്ളത്. ആ ഇന്റർവ്യൂ കേരളത്തിൽ എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ വിമർശിക്കുന്നവർ ആ ഇന്റർവ്യൂ വായിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ആ ഇന്റർവ്യൂ പ്രസിദ്ധപ്പെടുത്തി ഇന്ത്യൻ എക്സ്പ്രസിന്റെ സപ്ലിമെന്റിലെ ഏറ്റവും തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്, അത് ഞാൻ വായിക്കാം. Earlier when the people were not politically conscious, they needed to be guided, and now all the changes has happened. Now bishop or priest tells the community no. തുടർന്നിങ്ങനെയാണ്, ഇന്നത്തെ കാലഘട്ടത്തില് അച്ഛന്മാരോ മെത്രാന്മാരോ വിശ്വാസികളോട് ഇന്നയാൾക്ക് വോട്ട് കൊടുക്കണം എന്ന് പറയേണ്ട ഒരു കാര്യവും ഇല്ല എന്നത് ഒരു ബാനർ ഹെഡിങ് ആയിട്ട് ഈ ഇന്റർവ്യൂ പ്രസിദ്ധപ്പെടുത്തിയ ആ സപ്ലിമെന്റിന്റെ മുകളിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് 1-2 ചോദ്യങ്ങളാണ് ഇതിന്റെ അകത്ത് കൂടുതലായിട്ട് അടർത്തി എടുത്തുകൊണ്ട് ഇതൊരു വലിയ വിവാദ വിഷയമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥയ്ക്ക് ആര് ഉത്തരം പറയും എന്ന് കേരളത്തിലെ മതമേലധ്യക്ഷന്മാരെ വിമർശിക്കുന്നവർ ആ ഒരു മറുപടി കൂടി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.